പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും കനത്ത പോളിംഗ്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ പലയിടത്തും 50%-ലേറെ ആളുകൾ വോട്ട് ചെയ്തു. പലയിടത്തും അക്രമ സംഭവങ്ങളുമുണ്ടായി. ഡയമണ്ട് ഹാർബറിലെ 144 നമ്പർ ബൂത്തിൽ BJP റീപോളിംഗ് ആവശ്യപ്പെട്ടു. BJP ചിഹ്നത്തിന്റെ ബട്ടൺ സെലോ ടേപ്പ് ഉപയോഗിച്ച് മറച്ചുവെന്നാണ് പരാതി. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരും. അഭിലാഷ്, വലിയ കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് പലയിടങ്ങളിലും. നമുക്കറിയാം, മമതാ ബാനർജിക്ക് പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളാണ്, ന്യൂനപക്ഷ മേഖലകളാണ്. SIRന്റെ എഫക്റ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? പശ്ചിമ ബംഗാളിലെ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ടെടുപ്പ് ആരംഭിച്ചപ്പോൾ മുതലുള്ള ക്യൂ ഇപ്പോഴും തുടരുകയാണ്. രാവിലെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പല ബൂത്തുകളിലും സ്ത്രീകളുടെയും യുവാക്കളുടെയും പ്രായമായവരുടെയും ഒക്കെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. വോട്ടെടുപ്പ് ആരംഭിച്ച് 6 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും ഇതേ സാഹചര്യം തന്നെയാണ് മിക്കവാറും എല്ലാ ബൂത്തുകളിലും പ്രകടമാകുന്നത് എന്നതാണ്. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കേണ്ടത്, രാവിലെ 11 മണിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഒഫീഷ്യൽ കണക്കിൽ തന്നെ പോളിംഗ് ശതമാനം 40-ലേക്ക് എത്തി എന്നതുകൊണ്ട് തന്നെ ഈ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ റെക്കോർഡ് ഭേദിക്കുമോ എന്നതിൽ ആണ് ഇപ്പോൾ സംശയമുള്ളത്. മികച്ച പോളിംഗ് തന്നെയാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടും ഇരിക്കുന്നത്. അതേസമയം ആദ്യഘട്ടത്തിലേതുപോലെ തന്നെ അക്രമ സംഭവങ്ങൾ നിരവധി ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും BJP പ്രവർത്തകരും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ നാദിയിൽ BJPയുടെ ബൂത്ത് ഏജന്റിന് മർദ്ദനം ഏറ്റു എന്ന പരാതി ഉയർന്നു വന്നിട്ടുണ്ട്. മമതാ ബാനർജി ഹൈന്ദവ വോട്ടർമാരെ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ ഹിന്ദു വോട്ടർമാരെ ഭയപ്പെടുത്തുകയാണ് മമതാ ബാനർജി ചെയ്യുന്നത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ബാലിഗഞ്ച്, റാഷ് ബഹാരി പോലെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽക്കൈയുള്ള ഇടങ്ങളിലും ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതോടൊപ്പം പറയേണ്ടത്, സൗത്ത് പർഗാനാസ് നഗറിലെ ബികാസ് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിക്ക് നേരെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം നടത്തുകയും അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. ഈ വാഹനം ആക്രമിക്കാൻ എത്തുന്നതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ BJP നേതാക്കൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഗൗരവതരമായ ഒരു പരാതി ഉയർന്നു വരുന്നത് ഡയമണ്ട് ഹാർബറിൽ നിന്നാണ്. അവിടെ 144-ാമത്തെ ബൂത്തിൽ BJPയുടെ ചിഹ്നത്തിന് നേരെ, താമര ചിഹ്നത്തിന് നേരെ സെലോ ടേപ്പ് ഒട്ടിച്ച് മറച്ചു വെച്ചിരുന്നു എന്ന ഗുരുതരമായ ആരോപണം ആണ് ഉയരുന്നത്. ഇവിടെ റീപോളിംഗ് നടത്തണം എന്ന ആവശ്യം കൂടി ഉയരുന്നുണ്ട്. ഇങ്ങനെ പരക്കെ അക്രമ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2321 കമ്പനി കേന്ദ്ര സേനയെ ആണ് ഈ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളുടെ ഭാഗമായി വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്രമ സംഭവങ്ങൾ വ്യാപകമാണ് എങ്കിൽ പോലും വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ഇപ്പോഴും പ്രകടമാകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. മാത്രവുമല്ല, ആദ്യഘട്ടത്തിലെ മികച്ച പോളിംഗിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ വലിയ പ്രചാരണം ആണ് നടത്തിയത്. തൃണമൂൽ കോൺഗ്രസും BJPയും CPIM-ഉം കോൺഗ്രസും അടക്കം വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടത്തുകയും അങ്ങനെ കഴിയുന്നത്ര വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നോർത്ത് സൗത്ത് കൊൽക്കത്ത, നോർത്ത് സൗത്ത് 24 പർഗാനാസ് നഗർ, ഹൂഗ്ലി, പൂർവ്വ ബർദ്ധമാൻ എന്നിങ്ങനെ വിവിധ ജില്ലകളിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 3.21 കോടി വോട്ടർമാർ ആണ് ഈ ഘട്ടത്തിൽ വോട്ട് ചെയ്യുന്നത്. ഇതിൽ 1.6 കോടി പുരുഷ വോട്ടർമാരുമുണ്ട്. 41,000-ൽ-അധികം പോളിംഗ് ബൂത്തുകളിൽ ആണ് ഇപ്പോഴും വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതേസമയം ഈ ആദ്യത്തെ പോളിംഗിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. 93% വോട്ടാണ് രേഖപ്പെടുത്തിയത്. ഇപ്പോഴും അതിന് അതേ തരത്തിലുള്ള ഒരു കനത്ത പോളിംഗ് തന്നെ തുടരുകയാണ്. പക്ഷേ ഇത് ആർക്ക് അനുകൂലമാകും പ്രതികൂലമാകും എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കണക്കാക്കാൻ പറ്റുന്നില്ല. എന്തു തന്നെയാണെങ്കിലും കഴിഞ്ഞ കുറേ കാലങ്ങളായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ മമതാ ബാനർജിക്ക് മേൽക്കൈ നേടാൻ സാധിച്ചിട്ടുള്ള ഇടങ്ങളിൽ ആണ് ഈ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. 6 മണിയോടുകൂടിയാണ് വോട്ടെടുപ്പ് അവസാനിക്കുക. അതിനുശേഷമായിരിക്കും എക്സിറ്റ് പോൾ ഫലങ്ങളും പുറത്തുവരിക. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.